ഓം ശരവണ ഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളടങ്ങുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രതികൂല നക്ഷത്രങ്ങൾ, ദശാകാലങ്ങൾ, ദശാകാല ദോഷസമയത്ത് ചെയ്യേണ്ട പരിഹാരങ്ങൾ, വിവാഹ പൊരുത്തമുള്ള സ്ത്രീ പുരുഷ നക്ഷത്രങ്ങൾ, ഇവർ ശോഭിക്കുന്ന തൊഴിൽ മേഖലകൾ. രോഹിണി നക്ഷത്രം ഇടവക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഗണം മാനുഷഗണം, പക്ഷി പുള്ള്, ദേവത ബ്രഹ്മാവ്, മൃഗം നാൽപ്പാമ്പ്, യോനി സ്ത്രീ യോനി, വൃക്ഷം ഞാവൽ, ഭൂതം ഭൂമിയാണ്, ഭാഗ്യനിറം വെളുപ്പ് ചന്ദന നിറം, ദശാനാഥൻ ചന്ദ്രനാണ്, ഉപാസന മൂർത്തി മഹാവിഷ്ണു ദുർഗാദേവി, ഭാഗ്യസംഖ്യ 2, ഭാഗ്യ ദിവസം തിങ്കളാണ്. ഈ നക്ഷത്രക്കാർ ധരിക്കേണ്ടതായ രത്നം ചന്ദ്രകാന്തം മുത്ത്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ തിരുവാതിര, പൂയം, മകം, പൂരാടം, ഉത്രാടം, മൂലം. ഈ നക്ഷത്രങ്ങൾ ഉള്ളവരുമായി യാതൊരു വിധത്തിലുമുള്ള ഇടപാടുകൾ നടത്താതിരിക്കുക. ഈ നക്ഷത്ര ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ നടത്താതിരിക്കുന്നതും ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ്. ചന്ദ്രന് ആകെ 10 വർഷമാണ്. നമ്മളിവിടെ 10ൻ്റെ പകുതി 5 5 വർഷമായി ഏകദേശ ദശാഫലം പറയുന്നത്. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലഭാവ മാറ്റങ്ങൾ കൊണ്ട് ഫലങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. ഇത് പൊതുഫലം മാത്രമാണ്. ചന്ദ്രദശ 5 വയസ്സ് വരെയാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം കുജദശയും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സമയം രാഹുർ ദശയും, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴദശയും, 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ശനിദശയും, 65 വയസ്സ് മുതൽ 82 വയസ്സ് വരെ ബുധൻ ദശയും, 82 വയസ്സ് മുതൽ 89 വയസ്സ് വരെ കേതുർ ദശയും, 89 വയസ്സ് മുതൽ 109 വയസ്സ് വരെ ശുക്രദശയുമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് രാഹുർ ദശയും ശനിദശയും കേതുർ ദശയും ദോഷകാലമായിട്ടാണ് കാണപ്പെടുന്നത്. രാഹുർ ദശ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുമാണ് ഉള്ളത്. ഈ ദശാകാലത്ത് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾക്കുള്ള പരിഹാരം ശിവക്ഷേത്രത്തിൽ ഭഗവാന് കൂവളത്തുമാല സമർപ്പിക്കുകയും ജലധാര നടത്തുകയും വേണം. 7 മാസം മുടങ്ങാതെ നടത്തുകയും വേണം. നാഗരാജ ക്ഷേത്രത്തിൽ രാഹുർ ദോഷശാന്തി എന്നുള്ള അർച്ചനയും 12 മാസം നടത്തുക വേണം. അതോടൊപ്പം വർഷത്തിലൊരിക്കൽ 100 പാലും നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. ശനിദശ 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സമയം. ഈ ശനികാലത്തുണ്ടാവുന്ന ദോഷഫലത്തിനുള്ള പരിഹാരമായി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ജനം നടത്തുന്നത് ഏറെ ഗുണം ചെയ്യും. ഭഗവാന് നെയ്വിളക്കിന് വേണ്ടി നെയ്യ് സമർപ്പിക്കുക,
അതുമേറെ ഗുണം ചെയ്യുന്നതാണ്. ഈ വഴിപാടുകൾ 18 മാസം മുടങ്ങാതെ നടത്തുകയും വേണം. ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയ അർച്ചനയും 18 മാസം നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും. കേതുർദശ 82 വയസ്സ് മുതൽ 89 വയസ്സുവരെയാണ്. കേതുർദശാകാലത്തുണ്ടാവുന്ന ദോഷഫലങ്ങൾക്കുള്ള പരിഹാരം ശിവക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ മൃത്യുഞ്ജയ ഹോമം നടത്തുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി 12 മാസം മുടങ്ങാതെ നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള പുരുഷ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, പുണർദം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി. രോഹിണി നക്ഷത്രം പുരുഷ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ അശ്വതി, കാർത്തിക, ഇടവക്കൂറ്, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രട്ടാതി. ഇത് നക്ഷത്രപ്പൊരുത്തങ്ങൾ മാത്രമാണ്. ഗ്രഹനില പൊരുത്തം കൂടെ പൂർണ്ണമായും നോക്കിയെങ്കിൽ മാത്രമേ വിവാഹത്തിന് കൃത്യമായ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ഇത് നക്ഷത്രപ്പൊരുത്തം മാത്രമാണ്. ഇത് മധ്യമവും ഉത്തമവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫലം നക്ഷത്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തൊഴിൽ മേഖലകളിലാണ് ഇവർക്ക് ശോഭനം ഉണ്ടാകുന്നതെന്ന് നോക്കാം. സാമ്പത്തികപരമായ രംഗങ്ങളിൽ ഇവർ വിജയിക്കുന്നതാണ്. രാഷ്ട്രീയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയുന്നതുമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുവാനുള്ള യോഗമുണ്ടാകുന്നതാണ്. മെഡിക്കൽ രംഗം, അതോടൊപ്പം വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളും വിദേശ ജോലികൾ ചെയ്യാനുള്ള യോഗവുമുണ്ട്. വാഹന മേഖലകളിലും ഇവർക്ക് നന്നായിട്ട് തിളങ്ങാനുള്ള സാധ്യതകളും ഈ നക്ഷത്രത്തിൻ്റെ ഭാവമായിട്ട് കാണപ്പെടുന്നുണ്ട്. വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.